Trivandrum Royals. Thrissur Titans. ഇതേട്ടാ ആലപ്പി റിപ്പിൾസ്. ആരിസ് കൊല്ലം ടൈലേഴ്സ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. അതെ, അപ്പൊ നിങ്ങളൊക്കെ ഈ ടീമുകളുടെ ഫാൻസ് ആണ്. അതെ ചേട്ടാ. ഞാനും വിചാരിച്ച എല്ലാവരും നല്ല കിടിലെ ടീഷർട്ടൊക്കെ നിൽക്കുന്നത് കണ്ടുപോയി. ചേട്ടാ സംഭവം എന്താന്ന് വെച്ചാ ഗ്രാസ് റൂട്ട് ലെവലിൽ ക്രിക്കറ്റ് വളർത്താനാണ് KCL. അതായത് പുല്ല് കൊടുത്ത് വളർത്തേ കളിക്കണവരെ. അങ്ങനെയല്ല, എന്താണ് പണ്ട് ഇന്ത്യൻ ടീമിലോട്ട് എത്തിപ്പെടാൻ നമുക്ക് ഭയങ്കര കഷ്ടമായിരുന്നു. എങ്ങനെയാ പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അത് ഇപ്പോഴും ഇല്ലല്ലോ. പക്ഷെ ഇന്ന് നമ്മള് KCL നല്ലോണം കളിച്ചാല് നമ്മള് IPL-ലോട്ടും ഇന്ത്യൻ ടീമിലോട്ടൊക്കെ ഡയറക്ട് സെലക്ഷൻ കിട്ടാനുള്ള പരിപാടിയാ. അതെ, പിന്നെന്താ. ഇവിടെ വിഘ്നേഷ് പുത്തൂരില്ലേ, അവരൊക്കെ ഇത് വഴിയല്ലേ വന്നേ, KCL വഴി. അത് കുഴപ്പമില്ലല്ലോ, അത് തരക്കേട്ടില്ല പരിപാടി. സൂപ്പർ സംഭവമുണ്ട്. എന്താണ് ഇതിന്റെ അംബാസിഡർ ആരാന്നറിയോ? അംബാസഡർ ഒക്കെ ഇപ്പോഴും ഉണ്ടോ? അതല്ല, ബ്രാൻഡില്ലേ, ബ്രാൻഡ് അംബാസിഡർ. അങ്ങനെ അങ്ങനെ അതാരാന്നറിയോ? ആരാണ്? ഗസ് ചെയ്യാൻ പറ്റും? ഗസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ഗസ് ചെയ്തിട്ട് കാര്യമില്ല, കിട്ടില്ല. നിങ്ങൾ തന്നെ പറയും. പറയട്ടെ, ഓ ലാലേട്ടൻ. ലാലേട്ടനാ? അതെ, പിന്നെ അല്ല. കേട്ടോ. അപ്പൊ നോക്ക്, ആർട്സും സ്പോർട്സും കൂടി കേരള ഒരു 1.5 കേരള അത് കളിക്കിട്ടോളൂ. നീതലേട്ടാ, ഓ ഞാനെല്ലാം ചെറുപ്പത്തിലുണ്ടല്ലോ ഈ മട്ടൽ ചെത്തിയിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ പറമ്പത്തുനിന്ന്. അന്നേരമായിട്ട് KCL ഉണ്ടെങ്കിൽ ഞാൻ ഇന്ത്യൻ ടീമിലാണ്ടാവുക. പിന്നെ അല്ലാണ്ട് ഇത് നന്നായിട്ട് ബാറ്റ് ചെയ്യാറണം, ബൗൾ ചെയ്യാറണം, നന്നായിട്ട് ഓടും വേണം. അതാണ് ക്രിക്കറ്റ്. ഇതാ ഇങ്ങനെയുള്ള ടീമിന് കൂടെ ഒക്കെ കേറി കളിച്ചിട്ടേ നല്ല തറുവാകുമ്പോഴേ അങ്ങോട്ടൊക്കെ കേറാൻ പറ്റുള്ളൂ. വെറുതെ അങ്ങോട്ട് ചെന്നിട്ട് ഇന്ത്യൻ ടീമിലേക്ക് പോവാണ്. എന്താ ഇവൻ പറയുന്നത്? എന്തായാലും സംഭവം കളിക്കട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഇതിന്റെ ഫാൻസ് ആണ് അല്ലേ? പിന്നല്ല. അത് എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേ അതിന് ഒരു കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്താന്ന് നോക്കിട്ട് എനിക്ക് ശരിക്കും പിടുത്തം കിട്ടണില്ല. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് അറിയോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുകയാണ്. ഈ യോസ്കിബിഡി എന്ന് പറഞ്ഞ എന്താണ്? അങ്ങനെ മോശമെന്നല്ല, അതിന് 2 മീനിങ് ഉണ്ട്. എന്താണ്? ഫൂൾ ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ട്, ഫൂൾ ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. അപ്പൊ രണ്ടാമത്താണ് ഫുൾ. അറിയാണ്ട് വേറെ കണി കണ്ട് പറയാണ്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ മോളുടെ ഒരു കാഴ്ചപ്പാടിന് ഇപ്പൊ എന്താണ് ശരിക്ക്, കൂളാണോ അതോ ഫൂളാണോ, എന്താ തോന്നുന്നത്? നല്ല വാർത്ത പറയാൻ എന്താന്ന് അറിയാണ്ടാണ് വേറെ ഇണ്ടാതെ മതി എഴുതിണ്ടേ. അതെന്താ അറിയോ? ഈ ഓറ -39. അതന്നെ അതന്നെ. അതെന്താണ്? നിങ്ങളുടെ ഓറ കുറച്ച് പുറകോട്ടാ. നിങ്ങളോട് സ്റ്റാൻഡ് വിടാനാ ഉദ്ദേശിച്ചത്, ഇംപ്രഷൻ ആയിട്ടില്ല. അങ്കിളെ, അങ്കിൾ എന്തോ ഈ ജെൻസികളായിട്ടൊരു ഇടപാടൊക്കെ? ജെൻസി? അത് ആരാണ്? ഏതാ പെണ്ണ്? പെണ്ണല്ല ഞാൻ പറഞ്ഞു. അതായതില്ലേ, ഈ 1997 മുതൽ 2012 വരെ ജനിച്ച, അതായത് ഇപ്പൊ ഞങ്ങളെ പോലത്തെ ആൾക്കാര്, അവരെയാണ് ഈ ജെൻസി എന്ന് പറയുന്നത്. അതെ, അതിന് മുമ്പുള്ള ആൾക്കാരാണെങ്കിൽ നമ്മള് മില്ലനിയൽസ് എന്ന് പറയും. അത് ശരി, നിനക്കറിയാത് പറഞ്ഞു. ഒന്നുമില്ല, 81 മുതൽ 96 ആൾക്കാരാണ് മില്ലിയൻസ് എന്ന് പറഞ്ഞത്. ജെൻസ് ബൈ. അപ്പൊ അതിന് മുമ്പുള്ള ആൾക്കാരനെ അങ്ങനെയൊക്കെ ഉണ്ട്. ഏകദേശം എന്റെ അച്ഛന്റെ അങ്കിളിന്റെ ഒക്കെ ഏകദേശം അതെ, ശരി. എന്നാ നിങ്ങൾ പറഞ്ഞു. എന്നോട് വല്ല പ്രശ്നമുണ്ട്? അവനോട് കൊണ്ടുപോകാം. ഓ ശരി. നിങ്ങള് കംപ്ലൈന്റ് തന്ന വഴിക്ക് തന്നെ അവനെ ഞങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു വരെയായിരുന്നു. സംഭവം ആൾ ഇത്തിരി പശുക. നേരെ നീങ്ങിക്കണേ, ഇവിടെ നീങ്ങിക്കും. ഇവനല്ലേ ആള്? അതെ സാറേ, അവ ഇന്നു മുതൽ തുടങ്ങിയതൊന്നുമല്ല ഈ പരിപാടി.
ആദ്യം ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയിരുന്നു ശല്യപ്പെടുത്തല്. അത് മോള് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഈ കോളേജിൽ വെച്ചിട്ട്, അതേപോലെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ശല്യപ്പെടുത്തുന്നത്. എന്നെ കൊണ്ട് വയ്യ സാറേ, എങ്ങനെയെങ്കിലും സാർ ഇതൊന്നും നിർത്തി തരണം. ആ മോള് പറ, എങ്ങനെയാ തുടക്കം? സാറേ ഇവനെ സ്റ്റോക്ക് ചെയ്യാണ് സാറേ. എന്ത്? കൊറേ നാളായിട്ട് എന്നെ എല്ലാ സ്ഥലത്തും എപ്പോഴും സ്റ്റോക്ക് ചെയ്യും. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല, നോണ പറയണേ സാറേ. അയ്യോ സാറേ ഇവനെ സ്റ്റോക്ക് ചെയ്ത്. എനിക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല സാറേ, ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. അല്ല സാറേ ശരിക്കും ഇവനെ സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. നോണ പറയണ്ടത് ഈ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഒന്ന് നിർത്ത്. എന്താണ് ഈ സ്റ്റോക്ക്? അറിയില്ല മോളെ. ആ സ്റ്റോക്കിംഗ് എന്താണെന്ന് എസ് ഐ സാറിന് പറഞ്ഞു കൊടുക്കും. സാർ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ഇവനെ ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്റെ ഇൻസ്റ്റ ഐഡിന്ന് ഇവനെ ഞാൻ ബ്ലോക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് ഇവൻ വേറെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇടുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാം. അങ്ങനെ ഞാൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി എപ്പോഴും എന്നെ തന്നെ ഒബ്സർവ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതില്. എന്താണ് ഓള് പറയണത് ശരിയല്ലേ? സാറേ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല, സത്യമായിട്ടും സ്റ്റോക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ ലവ് ആയിരുന്നു. നോണ പറയണേ അവള്. അല്ല 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 ഞങ്ങള് സിറ്റുവേഷൻഷിപ്പ് എന്നും പറഞ്ഞിട്ട് ആദ്യം തുടങ്ങി. ഞാൻ എന്റെ അടുത്ത് എപ്പ പറഞ്ഞു സിറ്റുവേഷൻഷിപ്പ്? എപ്പോഴാ പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ്? ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ലവ് റിലേഷൻ ആയിരുന്നു. റിലേഷൻ തന്നെയാണ്. നിർത്ത്. എന്താ പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ സാറേ. സിറ്റുവേഷൻഷിപ്പ് അല്ല, സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാർ അതായത് ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് പോലെ തന്നെ. പിന്നെ ലവ് ഉണ്ടാവും, പക്ഷെ എന്ന് വെച്ചാൽ കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് എഴുതിക്കേ. ഒന്നും മനസ്സിലാവണില്ല പുതിയ ഭാഷ. അതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ പറഞ്ഞു നോക്കേ. സ്റ്റോക്കിംഗ് സിറ്റുവേഷൻഷിപ്പ് എഴുതിക്കോ സാർ. ലവ് സാറ് പറഞ്ഞതിന് മറുപടി പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. എഴുതിക്കണ്ട. ഈ സാറ് ഇവള് പറയണ നോണയൊക്കെ എഴുതി വെക്കണ്ടല്ല. ഇവളെന്നെ എന്നെ ബ്രെഡ് ക്രംപിങ് ചെയ്തിട്ടായിരിക്കണം. എന്റെ ബ്രെഡ് ക്രംപിങ് ചെയ്തവളാണ്. ചോദിക്കും സാറ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ബ്രെഡ് ക്രംബിംഗ് ഒന്നും ചെയ്തു. ഈ കുട്ടി എന്നെ ബ്രെഡ് കമ്പിങ് ചെയ്തു. എന്നെ ബ്രെഡ് ക്രംപിങ് ചെയ്ത് സാറേ അവള്. ഇല്ലാത്ത പറഞ്ഞിട്ടാക്കണേ. ഞാൻ സത്യമാണ് പറയണ സാറേ. ഞാൻ അവളെ എന്നെ ബ്രെഡ് ക്രംബ് ചെയ്തിട്ട് ഞാൻ സഹിച്ചാണ്. ബ്രെഡ് ക്രംബിംഗ് ചെയ്തിട്ടില്ല സാറ്. എന്താ പോയത് സാറേ? സംഭവം എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അതിന്റെ ഒരു വൃത്തികേടാണ്. അതെ, ആ ബ്രെഡ് കമ്പിങ് എന്താണെന്ന് സാറിന് പറഞ്ഞു കൊടുക്ക്. സാറേ ഈ ബ്രെഡ് ക്രംബിംഗ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ ലുക്ക് ചെയ്തിട്ട് എന്റെ ഹൃദയം പറിച്ചെടുത്തിട്ട് എന്നെ തേച്ചിട്ട് പോയി സാറേ. അതാണ് ബ്രെഡ് ക്രംബിംഗ്. എന്നാ പിന്നെ അവന്റെ അത് എഴുത്. തേപ്പിനാണ് ബ്രെഡ് കമ്പിംഗ് എന്ന് അറിയാം. ശരി. അപ്പൊ എന്താ കുട്ടി അങ്ങനെ ചെയ്ത്? സാർ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. ഞാൻ ഇവനെ ബെഞ്ചിങ്ങിൽ നിർത്തിയേക്കുമായിരുന്നു. എന്താണ് ഈ ബെഞ്ചിങ്? സാറേ ബെഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവനെ ഇങ്ങനെ ക്യൂല് നിർത്തിയേക്കുമായിരുന്നു. ക്യൂവോ? എന്തിന്റെ ക്യൂ? അത് എന്തിനാ മോളെ ക്യൂ നിർത്തിയായി? അച്ഛളപ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചാണ്. പറഞ്ഞു കൊടുക്ക്, അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക്. എന്താ അത് സാറേ ഇപ്പൊ പിന്നെ നമുക്ക് ഓൾറെഡി ഒരു ലവർ ഉണ്ടെങ്കിലേ, ഇപ്പൊ ഒരാളെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഒരാളുള്ളപ്പോ സേഫ്റ്റിക്ക് വേറെ ആള്. അല്ല, ഈ ലവർ എങ്ങാനും ബൈ ചാൻസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിക്ക് ഒരാളെ. ഓ, അപ്പൊ എപ്പോഴും ഒരു ലവർ വേണം. അതിനിങ്ങനെ സ്റ്റോക്ക് വെക്കണേനാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഞാൻ ബെഞ്ചിങ്ങില്. സാറേ പക്ഷെ ഇവന് ക്വസ്റ്റ്യനിങ് ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? എന്താ ഞാൻ ആ സമയത്ത് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആരാട്ട് കുഷനിങ്? ആരാട്ട്? ഞാൻ അറിഞ്ഞു, കുറെ പേരൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. നിനക്ക് നെഞ്ചി കൈ വെച്ച് പറയാമോ കുഷനിങ് നടത്തിയെന്ന്? ഞാൻ കുഷനിങ് നടത്തിയിട്ടുണ്ടാ? എന്റെ ഉമ്മാണ സത്യം സാറേ, ഞാൻ കുഷനിങ് നടത്തിയിട്ടില്ല. അവള് പറയട്ടെ. ശ്രേയ പറഞ്ഞു ഞാൻ അറിഞ്ഞായിരുന്നു. ആ ശ്രേയ, നീ ശ്രേയ പറയണ കേട്ടാ മതിയല്ല. എന്റെ ദില്ലിന് ഒരു വിലയില്ലല്ല. എന്റെ ദില്ല് എന്താ ഈ കുഷനിങ്? ഇതിന് കുറെ ലവേഴ്സ് ഉണ്ട് വേറെ. അപ്പൊ ഈ കുഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ആൾക്കാരെ പ്രേമിക്കാം. നീ ഒന്ന് കൂടുതൽ ആൾക്കാരെ പ്രേമിക്കണ്ടടാ? ഇല്ല സാറേ, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ കുഷനിങ് ഇല്ല. സാറേ ഇതൊന്നും പോരാത്തതിന് ഇവൻ ഓർബിറ്റിങ്ങും ചെയ്യണ്ട്. ഞാൻ ഇതൊക്കെ അറിയണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണോ? ഇവിടെ എന്താണ് ഈ വോമിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഓർബിറ്റിംഗ്? എന്താ സാർ അതായത് ഇപ്പൊ എന്താ പറയാ, ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്നെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഒക്കെ ഞാൻ അറിയാണ്ട് എന്നെ പറ്റി അന്വേഷിച്ച് എന്റെ കാര്യങ്ങളൊക്കെ തിരക്കി ഓർബിറ്റ് ചെയ്തെന്നാ? ഞാൻ എന്തിനാ നിന്നെ ഓർബിറ്റ് ചെയ്യണ? സാറിന് അറിയോ, ഇവളെന്നെ ഗോസ്റ്റിംഗ് ചെയ്തിട്ട് സോംബിയും ചെയ്തിട്ട് ഇരിക്കാണ്.
ഗോസ്റ്റിംഗ് ചെയ്യണേ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല സാർ. ഞാൻ എന്തിനാണ് ഞാൻ നിന്നെ ഗോസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടൊന്നും. അങ്കിളിന്റെ മോളാന്ന് പറഞ്ഞിട്ട് അല്ല വായെടുത്ത ഇവിടെ നുണേ പറയുള്ളൂ. അത് നീയാണോ ഓരോന്ന് പോലീസ് സ്റ്റേഷൻ ചെയ്തില്ലേ ഗോസ്റ്റിംഗ് ചെയ്തില്ലേ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഗോസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ തെളിവ് കൊടുക്കാല്ല. ഈ ഗോസ്റ്റിംഗ് സോംബിങ് എന്താണെന്ന് സാറിനൊന്ന് പറഞ്ഞു കൊടുക്കുക. സാറേ, ഈ ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ പുറകെ നടന്നിട്ട് എന്നെ സ്നേഹിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ പ്രേതത്തിനെ പോലെ എന്നെ തേച്ചിട്ട് പോയി കളയുന്നതാ ഗോസ്റ്റിംഗ്. സോംബിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ റിലേഷന് വേണ്ടിട്ട് മെസ്സേജ് ഇട്ടിട്ട് എന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അവള്. രാത്രി ഔച്ചിന്നം വിട്ടിട്ട് പിന്നെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ് അവള്. കണ്ട എനിക്ക് കുഷീനിങ് ആണ്. ഞാൻ അത് ചെയ്ത് ഓർബിറ്റ് ചെയ്തെന്നൊക്കെ പറയും. സൈക്കോ സാറ്, എന്ത് വാക്കുകളാ അവള് പറയണ. സാർ ഇവ എന്തൊക്കെ പറയണേ? എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇത് എന്തൊക്കെ വാക്കാടോ ഇത്? ഇതിലിപ്പോ ആരാ ശരി ആരാ തെറ്റുകാര് ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷനിലാണ്. അവളെന്നെ ഗോസ്റ്റിങ്ങും സാമ്പിങ്ങും ചെയ്തിട്ടേ അവള് എനിക്കൊരു പരാതി കൊടുത്തേക്കാണ്. പിന്നെ വിളിക്കാം. 3 കൂതറ മില്യൻസിന്റെ ഇടയിലാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുസിനിങ്, ബെഞ്ചിങ്, സോംബിങ്, പിന്നെന്തോടാ ഓർബിറ്റിങ്, ഗോസ്റ്റിംഗ്, ഓരോരോ ഭാഷകള്. മേലന്മാര് ഭാഷയും പറഞ്ഞിട്ട് പ്രേമം കേമെന്ന് പറഞ്ഞ് നടന്നിട്ടല്ലോ. മുട്ടുകാരി ഞാൻ തല്ലി പിടിക്കും. സാറേ, അത് ഞങ്ങളുടെ ജെൻസിയുടെ റൂൾസിലുള്ളതാണ്. ഒന്നും ഉണ്ടായിരിക്കണേ. മോൾക്ക് ഇവനോട് താല്പര്യം ഉണ്ടോ? എനിക്കൊരു താല്പര്യമില്ല. പറഞ്ഞു കേട്ടില്ലേ? ഒരു താല്പര്യം ഇല്ലെന്ന്. ഇനി ഇതുമാതിരി പല ഭാഷയായിട്ട് അവിടെ പിന്നാലെ നടക്കരുത്. മോൾ അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് നന്നായി പഠിക്കുക, എന്നിട്ടൊരു ജോലി മേടിക്കുക, എന്നിട്ടൊരു ചെയർ സമ്പാദിക്കുക. അല്ലാണ്ട് ഈ ബെഞ്ചിക്കൊന്നും വേണ്ട. മനസ്സിലായ? എന്നാ പോവാൻ നോക്ക്. ശരി ശരി. അപ്പോൾ അങ്ങളെ അത് മര്യാദ. എങ്ങോട്ടാ നോക്കണേ? സാറിനോട് പറഞ്ഞില്ലേ എന്നെ ഓളം പിന്നാലെ പോണ്ടാന്ന്? എന്തെങ്കിലും പണിക്ക് പോയിക്കോട്ടാ. ഇതൊക്കെ വെറും ക്രിഞ്ചാണ് ട്ടോ സാറേ. അതെ, മോളിപ്പോ ന്യൂ ജനറേഷൻ ആണല്ലോ. കുറെ വാക്കുകളുടെ അർത്ഥമൊക്കെ മോള് പറഞ്ഞല്ലോ. എനിക്ക് 1-2 വാക്കുകളുടെ അർത്ഥം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ സോൾട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സോൾട്ടി എന്ന് പറഞ്ഞാൽ ഈ മോശപ്പെട്ട മോശം എന്നുള്ളൊരു, അതാണ് സോൾട്ടി അല്ലേ? ക്യാപ്പോ? ഈ ക്യാപ്പ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ കള്ളം മറയ്ക്കുക, ക്യാപ്പ് മറച്ച് കള്ളം മറയ്ക്കാന്ന്, അതാണ് അങ്ങനത്തെ. പിന്നെ ഈ IDK എന്ന് പറയുന്നത് നമ്മളെ അത് ശരിക്കും പറഞ്ഞ സെന്റൻസാ. അതിനെ ഷോർട്ട് ഫോം ആക്കി എഴുതിയേക്കുന്നതാണ്. ഐ ഡോണ്ട് നോ, IDK. അപ്പൊ നമുക്ക് ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പാടല്ലേ ഐ ഡോണ്ട് നോ. അല്ലാതെ ഇടുക്കി എന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. ഈ അസാപ്പ് അതോ? അതന്നെ ഇതുപോലെ തന്നെ. ഇത് ആസ് സൂൺ ആസ് പോസിബിൾ. അതിനെ ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് അസാപ്പ് എന്നാക്കിയേക്കുക. അത് എത്രയും പെട്ടെന്ന് എന്നൊക്കെ സെയിം പോലെ തന്നെ. ടൈപ്പ് ചെയ്യാൻ പാടായോണ്ട് ഇങ്ങനെ ചുരുക്കി. ഒരു വാക്കോട് ചോദിച്ചോട്ടെ, ഈ പൂക്കി എന്ന് പറഞ്ഞ എന്താ? പൂക്കിയ പൂക്കി എന്ന് പറഞ്ഞാ പൂക്കി, അതായത് ക്യൂട്ട്, നല്ല നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മള് പൂക്കി പറയും. ഓരോരോ വാക്കുകളെ മനുഷ്യന്റെ ഉറക്കം കിടത്താനായിട്ട്. സാറേ, അതെ, നമ്മൾ ഈ ന്യൂജൻ പിള്ളേരുടെ കൂടെ ആണല്ലോ. അപ്പൊ അവരോടൊപ്പം നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ പല കാര്യങ്ങൾക്കും വേണ്ടി ടെൻഷൻ അടിക്കേണ്ടി വരും. സാറിനത് ഓർമ്മയിലിരുന്നോട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി.